വൈബ്രേഷൻ കൊടുക്കും. അത് എത്ര സെക്കൻഡ് അല്ലെങ്കിൽ അത് ഓരോരുത്തരനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും, ഓരോ സെക്കൻഡുകൾ എങ്ങനെയാണെന്നുള്ളത്. ഇത് വെച്ച് വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിഷ ഷാജിയാണ്, വെൽനസ് കോച്ചാണ്. പാലക്കാട് നിന്നാണ് എത്തിയിരിക്കുന്നത്. മാസ്മരം മിസ്റ്റിക് യോഗ വെൽനസ് സെൻ്റർ ഒന്ന് നടത്തി പോരുന്നുണ്ട്. അത് കുറേ നാളായിട്ട് അല്ലേ, 10-12 വർഷക്കാലമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെന്ന് പറയുന്നത് അതായത് നമ്മുടെ ചിന്ത, നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സ്, ആക്ഷൻസ് എല്ലാം എനർജിയാണ്. അപ്പം എനർജി എന്ന് പറയുന്നതിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പം ഈ വൈബ്രേഷനാണ് നമ്മൾ നിലനിർത്തുന്നതും നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം അല്ലെ പല രീതിയിൽ മാറ്റിമറിക്കുന്നതും. അപ്പം ഒരു പോർട്ടബിൾ ഡിവൈസ്, ഒരു പോർട്ടബിൾ ക്വാണ്ടം ഡിവൈസ്, അതൊരു ജർമ്മൻ ഡിവൈസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ വൈബ്രേഷൻസ് മാറ്റാനും നമ്മുടെ ഓറ അനലൈസ് ചെയ്യാനും പിന്നെ ചക്രാസ് അതിനെപ്പറ്റി അതിൻ്റെ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഹീലി എന്നാണ് അല്ലേ, ഈ പോർട്ടബിൾ ഡിവൈസിൻ്റെ പേര് ഹീലി എന്നാണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്, അത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊഡാലിറ്റി, ഈ ഒരു ഹീലിംഗ് മൊഡാലിറ്റി എന്താണെന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് റിഷ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഈ മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ പലതരം മൊഡാലിറ്റി ഇന്ന് ആധുനിക കാലത്ത് പലതരം മൊഡാലിറ്റീസ് ഉണ്ട്. ഹീലിങ്ങിനെ പറ്റിയിട്ടും അങ്ങനെ സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ടും പലതരം മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ് ഹീലിംഗ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആധുനിക ജീവിതത്തിൽ ഏറ്റവും ടെക്നോളജി വളർന്നൊരു കാലമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഹീലി ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് നമുക്കെന്ന് വെച്ചാൽ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന രീതിയിൽ വേണം നമ്മൾ, അത്രയ്ക്കും നമുക്ക് ഈ ഹീലി കൊണ്ട് നമുക്ക് അത്രയും ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതായത് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സൗഖ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഹീലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സക്സസ് ആയിട്ട് ഒരു മാസ്റ്റർ ഹീലർ ആവണം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കൊല്ലം പഠിച്ച് അത്രയും നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും ടെക്നോളജി ആയിട്ടും അടുത്തത് ഇപ്പോൾ ഇനി വരുന്നത് ടെക്നോളജിയും കൂടി നമ്മളിതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടെക്നോളജി വളർന്നു വന്ന രീതിയിൽ നമ്മൾ പുതിയതായി വന്നിട്ടുള്ള ഒരു ഡിവൈസാണ് ഹീലി. ഇതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. അപ്പോൾ ജർമ്മൻ ടെക്നോളജി എന്ന് വെച്ചാൽ AI ഉപയോഗിച്ചിട്ട് ക്ലൗഡ്സ്, അതായത് നമ്മുടെ ഫ്രീക്വൻസി, അതായത് വൈബ്രേഷൻ അളക്കുന്ന രീതിയാണ് ഫ്രീക്വൻസി. അപ്പോൾ എത്ര ഹെഡ്സ് ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളിൽ എത്ര ഹെഡ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഹെഡ്സ് എത്രയെന്നുള്ളത് അത് അത്രയും ഫ്രീക്വൻസി എന്തെങ്കിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. ചിലവർക്ക് അത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഓരോ രൂപങ്ങളും ഓരോ തരത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഫ്രീക്വൻസിയിലുള്ള മാറ്റം കൊണ്ടാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി നമ്മൾക്ക് ഏതെങ്കിലും ഭാഗങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി അവിടെ നിന്ന് മാറ്റി കൊടുത്താലാണ് നമുക്ക് അവിടെ സക്സസ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഇത് കണ്ടുപിടിച്ച അതായത് മാർക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ ഫിലോസഫറാണ്. അതേപോലെ തന്നെ ഫിസിക്സിൽ നല്ല നോളേജ് ഉള്ള ഒരാളും കൂടിയാണ് ആള്. അപ്പോൾ അവർ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ വൈബ്രേഷൻ അതുപോലത്തുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ച് ആധുനിക രീതിയിൽ എന്തൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് പഠിച്ച്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, ടെക്നോളജിസ്റ്റിൻ്റെ അടുത്ത് പുതിയ രീതിയിലുള്ള അവരെയൊക്കെ പഠിച്ച് പുതുതായി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഡിവൈസാണ്. വളരെ ചെറുതാണ്. അതായത് നമ്മൾ എന്ന് വെച്ചാൽ എത്രയും ഈ കാലഘട്ടങ്ങളിൽ എത്രയും ചെറുതായിട്ട് ഡിവൈസ് വരുന്നു അത്രയും ആൾക്കാർക്ക് നല്ലതാണ്. പണ്ട് ഇത് കണ്ടുപിടിച്ച കാലത്ത് ഒരു വലിയൊരു ഡിവൈസായിരുന്നത്. അത് കുറേ നേരം 1 കോടി രൂപ ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. ഈ ഡിവൈസിന് 1 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരാൾ വന്ന് കിടന്ന് അതിൻ്റെ ഡിവൈസ് നോക്കാൻ കുറേ സമയങ്ങൾ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇത് ഏറ്റവും നാനോ ടെക്നോളജി നമ്മളിപ്പോൾ പറയില്ല, അത്രയും ചെറുതാക്കിയിട്ട് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി ഇത് എത്ര ചെറുതാക്കിയിട്ട് എല്ലാവർക്കും സാധാരണ ഒരാൾക്ക് വരെ
ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം മാറ്റിയെടുത്തു. ഇതിപ്പം സംശയം ഉണ്ടാകുന്നത് ഈ ഡിവൈസ് എങ്ങനെ ഇരിക്കും കാണാനൊക്കെ, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു പോർട്ടബിൾ ഡിവൈസ്, ചെറിയൊരു ഡിവൈസാണ്. നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് ചാർജ് ചെയ്യണം അല്ലേ, അത് റീചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് വൈഫൈ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്കിത് കണക്ട് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ സോളുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഓറ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചക്രാസ് ബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എവിടെയാണ് ശരിക്കുള്ള റൂട്ട് ചക്രയിലാണോ പ്രശ്നം, നമുക്ക് എവിടെയൊക്കെയാണ് ബ്ലോക്സ് അല്ലേ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടല്ല നമുക്കിപ്പോൾ നമ്മൾ മനുഷ്യന്മാർ, അതായത് നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല നമുക്കിതിൽ വരുന്നത്, നമ്മൾ വളർത്തുന്ന പെറ്റ്സുകളുണ്ടാവും, നമ്മുടെ പ്രോപ്പർട്ടീസ് വാസ്തു സംബന്ധമായിട്ടുണ്ടാവും, നമുക്ക് ഗ്രഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജസ് നമ്മുടെ റിലേറ്റീവ്സിന് അങ്ങനത്തെ വല്ല ആൾക്കാർക്ക് വരുന്നുണ്ടാവും. പിന്നെ കുട്ടികൾ പഠിക്കാത്ത ലേണിങ്സ് പ്രോബ്ലങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾക്കും എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞല്ലോ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയാണ് ഒരു ചെറിയ ഡിവൈസ്. അതൊന്ന് എനിക്ക് കഴിഞ്ഞാൽ അതൊന്ന് അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം അതിലേക്ക് എല്ലാത്തിലേക്കും നമുക്കിതിൽ കടന്നു പോയിട്ട് ഒരു 21 days, അതായത് 21 ദിവസത്തെ ഹീലിംഗ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വൈബ്രേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റി കൊടുക്കുന്ന ഓരോരുത്തരുടെ. ആ ഫ്രീക്വൻസിയിലൂടെ നമുക്ക് ഓരോരുത്തരിലുള്ള വരുന്ന മാറ്റം നമുക്ക് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അവർ ഇന്ന പോലെ കെടുക്കണം അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അവരൊന്ന് ആ ടൈം നമ്മൾ പറയുന്ന ടൈമിൽ അവരൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മതി, കൂടുതൽ സമയമൊന്നും ഇതിന് വേണ്ടി എടുക്കുന്നില്ല. അത് വേണമെങ്കിൽ ടൈം സെറ്റ് രാവിലെ വൈകുന്നേരമോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം അത് അവരോട് ചോദിച്ചിട്ട് ഈ ഡിവൈസ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. അല്ല എങ്കിൽ ഇപ്പം വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവർ ഓൺലൈനായിട്ട് അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസോ അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് ഹീലിംഗ് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ 21 ദിവസത്തെ ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവരുടെ ഇപ്പം ഏതാണ് നമ്മൾ ഓരോരുത്തരുടെ ഫോട്ടോ, അതായത് മെയിനായിട്ട് കണ്ണ് വേണം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിലൂടെയാണ് അത് നമുക്ക് തരണം. പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടണം, അതുപോലെ തന്നെ ജനിച്ച സ്ഥലം, ഇപ്പം ജീവിക്കുന്ന സ്ഥലം, അത് എല്ലാം കിട്ടിയിട്ട് നമ്മൾ അതിന് ആ ആളുടെ ഫ്രീക്വൻസി എന്താണെന്നുള്ളത്, അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാം, നമുക്ക് അടുത്തിരുന്നിട്ടും ചെയ്യാം, അതായത് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ആളുടെ ഫ്രീക്വൻസി നമ്മൾ നോക്കണം. അപ്പോൾ ആൾക്ക് എത്രയൊക്കെ വ്യത്യാസം ഉണ്ട്, അയാൾക്ക് വേണ്ട കറക്റ്റ് ഫ്രീക്വൻസി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് ഇത്ര ഫ്രീക്വൻസിയാണ് ഉള്ളത്, എങ്ങനെയാണ്. അത് ചിലപ്പോൾ നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ ഈ ഫ്രീക്വൻസി വ്യത്യാസം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ തെറ്റുകൾ, നമ്മൾ ഫിസിക്കലായിട്ടുള്ള തെറ്റ്, മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, തെറ്റാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അഡിക്ഷൻസ് ആവാം അല്ലേ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മറ്റു രീതിയിലൊക്കെ ആവാം. അതൊക്കെ നമ്മൾ ചെയ്ത തെറ്റ്. അത് പിന്നെ അത് മാത്രമല്ല, അഡിക്ഷൻ മാത്രമൊന്നുമല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ ദുഃഖം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ട്. അതൊക്കെ ഈ ഹീലിംഗ് മെഷീനിലൂടെ നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇമോഷണലായിട്ട് കുറേ തെറ്റുകൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഇമോഷണലായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ സ്പിരിച്വലായിട്ട് പല സ്പിരിച്വലായിട്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ സ്പിരിച്വലായിട്ടുള്ള തെറ്റുകളുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, മാത്രമല്ല ഇനി മുമ്പുള്ള ജന്മങ്ങൾ അതായത് അതിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേരൻസ് എന്ന് പറയല്ലോ, പേരൻസ് ചെയ്ത തെറ്റുകൾ വരെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ പൂർവികന്മാർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഈ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് ഈ ഹീലിങ്ങിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് ഈ ഒരു
പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ പോർട്ടബിൾ ഡിവൈസ് നമുക്കൊന്ന് കാണിക്കാമല്ലോ, കാണിച്ചിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കുറെ കൂടെ ഒരു വ്യക്തത വരും ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതെന്നാ എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയൊരു ടെക്നോളജി അല്ലേ, പെട്ടെന്ന് മനസ്സിലാവില്ല. കൂടുതൽ പ്രാക്ടിക്കലായിട്ട് അത് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഹീലി എന്ന ഡിവൈസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ആ ജർമ്മൻ ടെക്നോളജി. AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി, ഓരോരുത്തരുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ആ ഒരു ബ്ലൂടൂത്ത് ഓണായി കിടക്കുകയാണ്. അപ്പോൾ ഇത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ? അതെ അതെ, ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് വേണം ഇതിൽ മൊബൈലായി കണക്ട് ചെയ്താലാണ് നമുക്ക് ഫ്രീക്വൻസി. അതായത് ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഒരു പ്രത്യേക നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവിടേക്ക് ടെക്നോളജി, ക്ലൗഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഇത് പോയി തിരിച്ചു വരും. ഇനി അത് ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അതായത് നമ്മുടെ കണ്ണാണ് പ്രധാനമായിട്ടും വരേണ്ടത്. അതായത് AI ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കണ്ണാണല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പുതിയ സിസ്റ്റം അനുസരിച്ച് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കണ്ണ്, അവരുടെ മുഖത്തിലെ കണ്ണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിൽ വൈറ്റ് കളറായിരിക്കും എടുക്കേണ്ടത്. അതിന് റീഡിങ് വരികയാണ്. അപ്പോൾ നമ്മുടെ എനർജി എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഓരോ ചക്ര അല്ലേ, ക്രൗൺ ചക്ര, അത് കഴിഞ്ഞിട്ട് ഓരോ ചക്രത്തിലും എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതിൻ്റെ കാരണം കൂടി അവർക്ക് കാണിച്ചു തരും. അതിൻ്റെ കളേഴ്സ് മാറ്റങ്ങൾ ഇത്ര കുറവുണ്ട്, ഇത്ര എന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരും. അതിൽ കുറവുള്ള ചക്ര അല്ലെങ്കിൽ ഏതാണോ വീക്കായിട്ടിരിക്കുന്നത് ആ ചക്രനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം അതിന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് പിന്നെ വൈബ്രേഷൻ. എന്തുകൊണ്ടാണത് ലോ എനർജി ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ റീസണും കൂടെ അതിൽ നമുക്ക് എഴുതി കാണിക്കുന്നു. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുള്ള ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ സ്പിരിച്വലായിട്ടോ നമ്മൾ മാത്രമല്ല, നമ്മുടെ പേരൻസ്, അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ്, കർമ്മദോഷം, ഗ്രഹദോഷങ്ങൾ എല്ലാതും അതൊക്കെ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് പിന്നെ അതിൻ്റെ അഫർമേഷനും കാണിച്ചു തരും. ഇനി നമ്മൾ ഭാവിയിൽ എന്താണ്, അതായത് പാസ്റ്റ് കഴിഞ്ഞു അല്ലേ, അതേപോലെ ഈ പ്രസൻറ്റ് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അതും കൂടി നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രത്യേകം അഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി ഈ അഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ അതിലൂടെ മാറും. അപ്പോൾ അതും കാണിച്ചു തരുന്നുണ്ട്, എന്തൊക്കെ അഫർമേഷൻ ചെയ്യണം, നമ്മൾ എത്ര ദിവസം ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരും. ഇപ്പം നമ്മൾ നേരിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ ഹീലി എടുക്കുക, അവരുടെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് എത്ര വ്യത്യാസങ്ങളുണ്ട്, ഫ്രീക്വൻസിയിൽ വ്യത്യാസങ്ങളുണ്ട്, എത്ര വൈബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഹീലിയിൽ ഇതുപോലെ ഇതിനെ പറയാം ബ്രേസ്ലെറ്റായി നമ്മൾ കണക്ട് ചെയ്യും. ഇതൊരു ബ്രേസ്ലെറ്റ്. രണ്ട് കൈയിലും മാറി മാറി നമ്മൾ വൈബ്രേഷൻ കൊടുക്കും. അത് എത്ര സെക്കൻഡ് അല്ലെങ്കിൽ അത് ഓരോരുത്തരനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും, ഓരോ സെക്കൻഡുകൾ എങ്ങനെയാണെന്നുള്ളത്. ഇത് വെച്ച് വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേഷനിൽ അങ്ങനെ അവർ കിടന്ന് ഹീലിംഗ് ചെയ്യാം, നേരിട്ട് വരുന്നത്. അത് പക്ഷേ ഇതിങ്ങനെ ചിലപ്പോൾ നമുക്കിത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനാണെങ്കിൽ 100% റിസൾട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഓഫീസിലായിരിക്കും, വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ആ ടൈമിലൊക്കെ നമുക്കിതിങ്ങനെ കൊണ്ട് നടന്നിങ്ങനെ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് പകരം വേറെ ഒരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കോയിൽ എന്നാണ് പറയാം, കോയിൽ. അപ്പോൾ കോയിൽ ഇതുപോലെ ഇവിടെ 2 പോയിൻ്റ് ഉണ്ടാവും. ആ കോയിൽ എന്ത് ചെയ്യാം, ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കുത്തി കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി നമുക്ക് നേരിട്ട് അത് കഴിഞ്ഞ് ഊരി വെക്കുക. അല്ല, ഇത് നമ്മളപ്പോൾ അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഫോണിൽ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്ക് ഇത് ഊരി മാറ്റി വയ്ക്കാം. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഫസ്റ്റ് 7 days നമ്മുടെ ക്ലെൻസിങ് പ്രോഗ്രാമാണ്. അതിൽ ഡെയിലി നമുക്ക് ഇന്നതുപോലെ ചെയ്യണം.
അതിപ്പോൾ ആദ്യം നമ്മളെന്താ വെച്ചാൽ ഇവരെപ്പോഴും പറയുന്നത് ആദ്യം നമ്മൾ സ്വയം പ്യൂരിഫിക്കേഷൻ കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ക്ലയൻറ്റിന് എടുക്കണമെങ്കിൽ ക്ലയൻ്റ് അല്ല കേട്ടോ, പെറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെറ്റ്സ് ആണെങ്കിലും ഇതാണെങ്കിലും അവർക്ക് ഫസ്റ്റ് 7 ദിവസം പ്യൂരിഫിക്കേഷൻ ടൈമാണ്. ആ ടൈമിൽ കറക്റ്റ് അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഹീലിങ് ഓരോ വ്യത്യാസങ്ങൾ ഈ ഫ്രീക്വൻസി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഓഫീസിലൊക്കെ പോകേണ്ടവർക്കൊക്കെ. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് വാട്ടർ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഡെയിലി ഇപ്പോൾ പ്രോസ്പെരിറ്റി വരണം എന്ന് വിചാരിക്കും. അപ്പോൾ ആ പ്രോസ്പെരിറ്റിക്ക് ഇതുപോലെ ഇതിനൊരു ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെ ചാർജബിൾ ആണ് കേട്ടോ, ചാർജ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഓണാണോ? ഒരു ലൈറ്റ് ഇങ്ങനെ ഇതുപോലെ. അതെ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം അപ്പോൾ അതിനും ടൈമിങ് കാണിക്കും, ഇത്ര നേരമാണ്. അപ്പോൾ വാട്ടർ വേണമെങ്കിൽ നമുക്ക് എന്തിനാണ് ആ വാട്ടർ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടൈം അതിൽ കാണിച്ചു തരും. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ഫോണിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ബെൽ സൗണ്ട് വരും. അപ്പോൾ അത് നിർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് സ്ലീപ്പ് വേണം, ജോബ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ പഠിത്തം, പിന്നെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ബ്യൂട്ടി, പിന്നെ ജോയിൻ്റ്, ഓരോ പാർട്സുകൾ നമ്മളുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിന് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു സെൽസിന് കൊടുക്കാൻ പറ്റും, സെൽ ഹാർമണി. പിന്നെ ഗോൾഡ് സൈക്കിൾ എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഗോൾഡ് സൈക്കിളാണ്. ഗോൾഡ് സൈക്കിളിലാണ് നമ്മളത് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്. ഗോൾഡ് സൈക്കിൾ കൊടുക്കാൻ പറ്റും. തന്നെ ബയോ എനർജറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആദ്യം ഉണ്ടായിരുന്ന എനർജികൾ വ്യത്യാസം വന്നതിൻ്റെ കാരണങ്ങൾ അതൊക്കെ കണ്ടെത്തിയിട്ട് ബയോ എനർജറ്റിക്. പിന്നെ ബാക്ക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു ഞാൻ. അതായത് നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിച്ചു, നമ്മുടെ പ്രോബ്ലങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചു, അത് വൈബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ പുതിയ രീതികളിൽ കുറേ റെമഡീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ബാച്ച് ഫ്ലവർ റെമഡീസ് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ അത് റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ക്രിസ്റ്റൽ ധരിക്കാം, അല്ലെങ്കിൽ ഇതിൽ വൈബ്രേഷൻ കൊടുത്താൽ മതി. ക്രിസ്റ്റൽ വൈബ്രേഷൻ, സാൾട്ട് വൈബ്രേഷൻ, അതുപോലെ തന്നെ ഹോമിയോപ്പതി, ആയുർവേദം. അതായത് കഫവാത പിത്തത്തിൻ്റെ ദോഷങ്ങൾ ഇതിൽ കാണിച്ചു തരും ഹോമിയോപ്പതിയിലുള്ള റെമഡീസ്. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ ബോഡിയിൽ കുറവുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ റെമഡീസും നമുക്കിതിൽ ഇത്ര സമയം വൈബ്രേറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും. നമ്മൾ ഈ പോർട്ടബിൾ ഡിവൈസ് ഹീലി എന്ന് പറയുന്ന പോർട്ടബിൾ ഡിവൈസിനെ പരിചയപ്പെട്ടു. പിന്നെ അതുകൂടാതെ വേറൊരു ഡിവൈസ് അല്ലെങ്കിൽ വേറൊരു റോഡാണിത്, സ്ട്രെസ് റിമൂവൽ റോഡെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നെഗറ്റീവ് എനർജി കൂടുതലുള്ളിടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ അല്ലേ, എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി റിമൂവ് ചെയ്യാനും നമ്മൾ ക്ലെൻസ് ചെയ്യാനും അല്ലേ, പിന്നെ എനർജി കൂട്ടാൻ ഒക്കെ ഉപയോഗിക്കാവുന്ന റോഡാണ്. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ വീട്ടിൽ ജിയോപത്തിക് സ്ട്രെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ IT ഫീൽഡിലുള്ളവർക്ക് ഉണ്ടാവും, അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അവർക്ക് ലാപ്ടോപ്പിൻ്റെ അടുത്ത് അല്ല, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പം സ്ട്രെസ് ഇപ്പം ഞാൻ ഇടയ്ക്ക് കേട്ടതാണ്, കുടുംബിനികളായിട്ടുള്ളവർ അല്ലെ ജോലി ഇല്ലാത്ത ഹൗസ് വൈഫായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ 40-50 വയസ്സിനിടയ്ക്കുള്ളവർക്ക് ശരിക്കും അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവരെന്താണ്, അവർ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വീട്ടു ജോലിയൊക്കെ നോക്കി പോകുന്നു, പക്ഷെ അവർക്ക് കിട്ടുന്ന ആദരവോ അംഗീകാരമോ റെസ്പെക്റ്റോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ്, ഡിപ്രസ്ഡ് ആവുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി കൂടി നിൽക്കുന്ന അടുക്കളയോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ ഇതുപോലെ റോഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്പം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു തോട്ട് ഫോം ഉണ്ടല്ലോ, അവരുടെ തോട്ട് ഫോം, അതായത് വിഷമം, ഇമോഷൻസ്, എനിക്കൊന്നും ആവാൻ പറ്റില്ല. ചിലവർക്ക് നല്ല നല്ല കഴിവുണ്ടാവും, പല കഴിവുകൾ, ഇപ്പോൾ പഠിച്ചതായിരിക്കില്ല, അങ്ങനെ കുറേ കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴുള്ള ഇമോഷൻ ലെവലിൽ കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കുമ്പോൾ തന്നെ അവർക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഇനി ഭാവിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അമ്മമാരുടെ കഴിവ് കുട്ടികൾക്ക് കൊടുത്താലും അത് ആ കുട്ടി അവിടെ പെർഫോം ചെയ്താൽ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന്
അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. പക്ഷെ അത് കുട്ടികളിലൂടെ അവർക്ക് കിട്ടുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഈ സ്ട്രെസ് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആരും സ്ട്രെസ് ഇല്ലാത്ത കാര്യമില്ല. 99% അല്ല 100% വരെ സ്ട്രെസ്സുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന ചില വലിയ വലിയ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചില വീടുകളിൽ ഇത് വയ്ക്കാം. ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ട് നടന്ന് അവിടെ കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടെ വർക്ക് ചെയ്യണോ അവിടെ കൊണ്ടുവച്ച്. പിന്നെ ഈ നമ്മളിപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു, പക്ഷെ അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും ഇത് ഞങ്ങൾക്ക് എങ്ങനെ ലഭിക്കുക, എന്താ ചെയ്യേണ്ടത്, ഇത് വാങ്ങിക്കാൻ എത്ര രൂപ വരും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ തന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കുക, അത് പ്രത്യേകിച്ച് ക്ലാസ് ഉണ്ടാവുമോ, അതല്ല ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിംഗ് വേണ്ടവർക്കാണെങ്കിൽ അത് 21 ദിവസം അതെങ്ങനെയാണ് കിട്ടുക, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് ചുരുക്കത്തിലൊന്ന് അവർക്ക് പറയാമോ, പറഞ്ഞു കൊടുക്കാം. ഇത് ആദ്യം തന്നെ നമുക്ക് നേരിട്ടാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ 21 ദിവസം നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്താം. എന്നിട്ട് അവരുടെ വ്യത്യാസങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വരുന്നത് ദിവസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ. അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് എല്ലാവർക്കും ഈ 21 ദിവസം നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഓൺലൈനിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസ്റ്റൻ്റ് ആണ് ഹീലിംഗ്. അതിനൊരു ടൈം പറയും, അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇത് മാത്രമല്ല ഹീലിംഗ് നമ്മുടെ ബോഡിയിൽ മാത്രമുള്ള ഹീലിംഗ് അല്ല. ഇതിപ്പോൾ നമുക്ക് ഒരു ഗ്രോത്ത് വേണമെന്ന് വിചാരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിലുള്ള ഓണറും അതായത് തൊഴിലാളിയും തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് വീട്ടുകാർ നമ്മൾ അമ്മ അച്ഛൻ കുട്ടികൾ അവരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട്. അപ്പോൾ എവിടെ റിലേഷൻഷിപ്പ് പ്രോബ്ലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വരണമെന്നില്ല, അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ അകലെയുള്ളവർക്ക് വരാൻ പറ്റില്ല, അതിനും നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഡിവൈസ് എങ്ങനെയാണ് ലഭിക്കുക അവർക്ക്? ഡിവൈസ് കിട്ടണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് നമ്മളപ്പോൾ അവർക്ക് ഒരു ID പറഞ്ഞു കൊടുക്കും. ആ IDയിൽ കയറിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനുള്ള എല്ലാ പ്രാക്ടീസും ഓൺലൈനിലൂടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ട് അതാക്കാം. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഹീലിംഗ് പഠിക്കണമെന്നില്ല. ഹീലിംഗ് പഠിക്കണം എന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് അവരെ ഇതാക്കാം. നമ്മുടെ ഓരോ വീട്ടിലും ഇപ്പം മൊബൈലുണ്ടല്ലോ. മൊബൈൽ ആദ്യമൊക്കെ ഏത് വീട്ടിലുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് 3 മൊബൈൽ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. അതുപോലെ തന്നെയുള്ളൊരു ഡിവൈസാണിത്. ഈ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ വീക്കാണോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡിവൈസിലൂടെ പറ്റും. അപ്പം നമ്മളുടെ ഓരോ മെമ്പേഴ്സിനും, അതായത് വീട്ടിലുള്ള എല്ലാവരും, നമ്മുടെ ബന്ധുക്കളെയും ഇവരൊക്കെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ നമുക്ക് ഹീലിംഗ് ചെയ്ത് കൊടുക്കാം. അത് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് 7 ദിവസം നമ്മൾ പ്യൂരിഫിക്കേഷൻ്റെ ഡേറ്റ്സ്. അപ്പോൾ ആ ഡേറ്റുകളിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളവരെ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്യൂരിഫിക്കേഷൻ അത് ഇതിലുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയി പോകണ്ട. പ്യൂരിഫിക്കേഷൻ എന്നുള്ള പ്യുവർ എന്നുള്ള അതിൽ പോയി കഴിഞ്ഞിട്ട് ഗോൾഡ് സൈക്കിൾ എന്നാണ് അതിനെ പറയുന്നത്. ഗോൾഡ് സൈക്കിളിൽ പ്യുവർ, റിലാക്സ്, റിലീക്സ് അങ്ങനത്തെ കുറേ പ്രോഗ്രാമുണ്ട്. അത് 29 മിനിറ്റ്, 30 മിനിറ്റ്, അങ്ങനെ പല പല മിനിറ്റുകളാണ്. ഓരോന്നിനും ഓരോ ടൈമാണ്. ആ ടൈം കൊടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സെൽഫായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഇത് കേൾക്കുമ്പം പലർക്കും തോന്നുന്നുണ്ടാവും, ഇത് വാങ്ങിച്ചു വെച്ചാൽ എൻ്റെ രോഗം മാറും, അല്ലെങ്കിൽ വാസ്തു പൂർണ്ണമായിട്ടും ശരിയാവും, അല്ലെങ്കിൽ മറ്റ് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും, ഒറ്റയടിക്ക് മാറിക്കിട്ടുന്ന ചിന്ത വരും. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. ആക്ച്വലി നമ്മൾ മരുന്ന് കഴിക്കുന്നവരൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ കഴിക്കുകയും മെഡിക്കൽ രീതിയിലുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പെട്ടെന്ന് നിർത്തരുത്. ഇതൊന്നും മരുന്നുകൾ അത് പറഞ്ഞിട്ട് എൻ്റെ ഫ്രീക്വൻസി മാറി അത് മാറി അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറോട് അഡ്വൈസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ മരുന്നുകളുടെ ഉപയോഗമാണെങ്കിൽ അത് കുറയ്ക്കാം. സ്ട്രെസ് ആണെങ്കിലും അത് നമുക്ക് കുറയുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീലിംഗ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെ.
അപ്പോൾ മരുന്നിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ നോക്കുക, നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, നമ്മൾ ലെവലിലാണ്. നമ്മളിപ്പോൾ ഷുഗർ BP ഒക്കെ നമ്മൾ ഡെയിലി 2-3 ദിവസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം. അതുപോലെയല്ല, ഇത് ഡെയിലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ഓറ അനലൈസ് ചെയ്യാം. അപ്പം നമുക്ക് എത്രയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാം. എന്നിട്ട് അത് വൈബ്രേറ്റ് കൊടുക്കുക. വൈബ്രേറ്റ് കൊടുത്താൽ അപ്പം നമ്മുടെ ഫ്രീക്വൻസി ലെവൽ മാറും. നമ്മൾ ഒരാൾ വീട്ടിൽ നമ്മുടെ ഫ്രീക്വൻസി മാറും, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ഫ്രീക്വൻസി മാറും, അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഫ്രീക്വൻസികളും മാറും. അപ്പോൾ അതിലൂടെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുന്നത്. അല്ലാതെ ഇത് മരുന്ന് കഴിക്കാതെ ഇരിക്കണം അങ്ങനത്തെ ഇതൊന്നല്ല. മെൻ്റൽ ഇതായിട്ട് അല്ല, മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലൂടെ ആ മരുന്നിൻ്റെ ഡോസേജുകൾ പതുക്കെ പതുക്കെ കുറയ്ക്കാൻ പറ്റും. ഓരോ മാറ്റങ്ങളും നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നേരിട്ട് വേണ്ടത് നിങ്ങൾ വെൽനസ് സെൻ്ററിൽ ഇവിടെ നേരിട്ട് വരിക എന്നുള്ളതാണ് വേണ്ടത്. അവിടെ വെച്ച് അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അത് 2-3 നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവർ ആദ്യം നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ഇത് വേണം എന്നുള്ളതും നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരോട് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഹീലി എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടം ഡിവൈസ്, അപ്പം അത് നിങ്ങൾക്കൊക്കെ പരിചിതമായി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനി നേരിട്ട് വിളിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഹീലിംഗ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഡിവൈസ് ആവശ്യമുള്ളവർ പുള്ളിക്കാരിയെ കോൺടാക്റ്റ് ചെയ്യുക. മാം നിങ്ങൾക്ക് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ നിർത്താമല്ലോ അല്ലേ. അപ്പം വെൽനസ് സെൻ്ററിൽ ഹീലിംഗ് ഒരുപാട് നടന്നു പോരുന്നുണ്ട്. പാലക്കാടാണ് സ്ഥലം, ആദ്യം പറഞ്ഞിരുന്നു. അപ്പം നമുക്കിവിടെ വെച്ച് നിർത്താം. ഇതുവരെ വീഡിയോ കണ്ടുവന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.